ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വചന യാത്രികരെ, ഇന്ന് നമ്മൾ വായിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോയും അവൻ്റെ പിതാവുമായിട്ടുള്ള അഗാധമായ ബന്ധത്തെക്കുറിച്ചൊക്കെ ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേൾക്കുന്നു. അതിലുപരിയായി പിതാവ് തന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം എന്താണെന്ന് കൃത്യമായിട്ട് ഇന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പലരുടെ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണിത്. നാം കേട്ടിട്ടുള്ള ഒരു ചൊല്ലാണ്, പീപ്പിൾ കം ആൻഡ് ഡിപ്പാർട്ട് ഫോർ എ പർപ്പസ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ചില വ്യക്തികൾ വന്ന് കടന്നു പോകുന്നതിന് കൃത്യമായ ഒരു ഉദ്ദേശമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കർത്താവിൻ്റെ കാര്യത്തിൽ അത് വ്യക്തമാണ്. കർത്താവ് ഭൂമിയിൽ വന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നമുക്ക് എല്ലാത്തിനെയും സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ, ദൈവവുമായി ഈ ജനം അനുരഞ്ജനപ്പെട്ട് ദൈവം അവർക്കായി ഒരുക്കിയിരിക്കുന്ന പറുദീസ തിരികെ നൽകാനാണ്. ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ദൈവവുമായി ഈ ജനം അനുരഞ്ജനപ്പെടണം, ദൈവം അവർക്കായി ഒരുക്കിയിരിക്കുന്ന പറുദീസ തിരികെ നൽകാനാണ് കർത്താവ് ഭൂമിയിൽ വന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈശോ വന്ന് കടന്നുപോയി. ആ വരവ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ 2-ാം വരവിനെ നമ്മൾ കാത്തിരിക്കുന്നത്. ആ 2-ാം വരവ് നമ്മൾ വളരെ ആഗ്രഹത്തോടുകൂടി കാത്തിരിക്കാൻ കാരണം വന്ന വരവ് നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. കേട്ടറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഈശോ കൂടെ ഉണ്ടാകണം, ഭൂമിയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അവൻ വന്ന് പോയതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു ചിന്ത നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കണം. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പല രീതിയിൽ കടന്നു വരുന്നവരാണ്. ഒരാളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് മരണം വരെ മാത്രമേ കൂടെ ഉണ്ടാകാൻ പറ്റുള്ളൂ. മരണം കഴിഞ്ഞാൽ അതൊരു ഓർമ്മയാണ്. അയാളുടെ ഓർമ്മയിൽ ജീവിക്കാനേ പറ്റുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഒരാളുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ കടന്നു പോകണം. എന്നാൽ ഈ കടന്നു പോകുമ്പോൾ ആ വ്യക്തിക്ക് നമ്മുടെ വരവ് ഇഷ്ടപ്പെട്ടത് ആയി മാറണം. എങ്കിൽ മാത്രമേ 2-ാം വരവിനായിട്ട് അദ്ദേഹം പ്രതീക്ഷിക്കത്തുള്ളൂ. ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും കടന്നു വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ അവർ ഇനിയും നമ്മുടെ വരവിനായിട്ട് പ്രതീക്ഷിക്കും. നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്നവരോടായാലും പെരുമാറുന്നവരോടായാലും ഇഷ്ടപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കാനും പെരുമാറാനായിട്ട് നമ്മൾ പഠിക്കും. കാരണം അയാൾ പിന്നെയും പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹം 2-ാമതും വരണമെന്നുള്ള ആഗ്രഹം. ഈശോ അത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ഒരു സുവിശേഷമായതുകൊണ്ട് തന്നെ അവൻ്റെ 2-ാം വരവിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം അവൻ നൽകിയ ചിന്തകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു ഉണർവ്, ഈ ഒരു പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ തപസ് കാലത്ത് ധ്യാനിക്കാനായിട്ട് നിരവധി ചിന്തകൾ അവൻ തന്നിട്ടുണ്ട്. അത് അനുരഞ്ജനപ്പെടാനാണ്, ഒപ്പം ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന പറുദീസ തിരികെ നൽകാനും കൂടിയാണ്. ആ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.